ഒരു കാലത്ത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള അഭിനേത്രിയായിരുന്നു അംബിക. സൗത്ത് ഇന്ത്യൻ നായികമാരിൽ ഏറ്റവും മുൻനിര താരം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് അംബിക എന്ന നടി. തന്റെ പ്രതാപകാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ ഒരു നായിക കൂടിയായിരുന്നു അംബിക. ഏകദേശം മലയാളത്തിലെ എല്ലാ ഹിറ്റ് നായകന്മാരുടെ കൂടെയും അക്കാലത്ത് അംബിക അഭിനയിച്ചിരുന്നു. നായകന്മാരെക്കാളുപരി ശ്രദ്ധ നേടിയ ഒരു താരമായിരുന്നു അന്ന് അംബിക. 1962 കുഞ്ചൻ നായർ സരസമ്മ ദമ്പതികളുടെ മകളായായിരുന്നു താരത്തിന്റെ ജനനം. അംബികയുടെ അമ്മ സരസമ്മ മഹിളാ കോൺഗ്രസ് ലീഡറുമായിരുന്നു. 2 സഹോദരിമാരാണ് താരത്തിനുള്ളത്, രാധ, മല്ലിക. മറ്റ് 2 സഹോദരന്മാരും. അവരുടെ പേര് അർജുൻ, സുരേഷ് എന്നാണ്. ബാലതാരമായിട്ടാണ് അംബിക തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 2000-ൽ താരം നായികയായി എത്തുകയായിരുന്നു. സീത എന്ന മലയാളം ചിത്രത്തിലൂടെയാണ് ഒരു നായികയായി അംബിക അരങ്ങേറ്റം കുറിക്കുന്നതും. പിന്നീട് നീലത്താമര, ലജ്ജാവതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളത്തിലും അന്യഭാഷകളിലും ഒക്കെ തിരക്കുള്ള നായികയായി അംബിക മാറുകയായിരുന്നു. രജനീകാന്തിന്റെയും കമൽഹാസന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അങ്ങനെ അന്നത്തെ കാലത്തെ എല്ലാ സൂപ്പർ ഹിറ്റ് മുൻനിര താരങ്ങളുടെയും നായികയായിട്ടുള്ള അംബിക കമലഹാസന്റെ നായികയായിട്ടാണ് ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. അതും ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറെയും ഗ്ലാമർ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. മലയാളത്തിലെ രാജാവിന്റെ മകൻ എന്ന മോഹൻലാൽ നായകനായ ചിത്രത്തിൽ താരത്തിന്റെ കഥാപാത്രം ആരും മറക്കാനിടയില്ല. അതിലെ ഡയലോഗുകളും. പിന്നീട് മോഹൻലാലിന്റെ വൻ വിജയമായ 20-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലും നായിക അംബിക തന്നെയായിരുന്നു. ഈ ചിത്രങ്ങളിലെ അംബികയെ കണ്ടാൽ ഇന്നത്തെ നായികമാർ മാറി നിൽക്കുന്ന സൗന്ദര്യവും ആറ്റിറ്റ്യൂഡും ഒക്കെ ആയിരുന്നു. ഇത്രയും ബോൾഡ്നെസ്സും ആറ്റിറ്റ്യൂഡുമുള്ള മറ്റൊരു നടി അന്ന് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നു തന്നെ പറയാം. മോഹൻലാൽ നായകനായി എത്തിയ 20-ാം നൂറ്റാണ്ടിൽ മോഹൻലാലിനേക്കാൾ മാർക്കറ്റ് വാല്യൂയും തിരക്കേറിയ നടിയുമായ അംബിക മോഹൻലാലിനേക്കാൾ കൂടുതൽ പ്രതിഫലമാണ് അന്ന് വാങ്ങിയത്. സിനിമാ രംഗത്ത് അംബികയെ അറിയാത്ത ആരുമില്ല എന്നു തന്നെ പറയാം. എല്ലാ ഭാഷകളിലും താരം കൈവച്ചിട്ടുണ്ട്. മാത്രമല്ല അംബിക എന്ന നായികയുടെ സ്റ്റാർ വാല്യൂ ഇന്നും എല്ലാ പേർക്കും അറിയാവുന്നതാണ്. ക്രമേണ അമ്മ കഥാപാത്രങ്ങളിലേക്ക് മാറിയ താരം സിനിമയിൽ ഇപ്പോഴും സജീവമാണ്. എന്നാൽ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും വമ്പൻ ഹിറ്റായി തിളങ്ങി നിന്ന നടിയുടെ സ്വകാര്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ഇപ്പോൾ അംബിക അമ്മ വേഷങ്ങൾ ചെയ്ത് ചെന്നൈയിലാണ് താമസിക്കുന്നത്. സിനിമാ സീരിയൽ രംഗത്തും അമ്മ വേഷങ്ങൾ തന്നെയാണ് താരം ഇപ്പോൾ കൂടുതലായും കൈകാര്യം ചെയ്യുന്നതും. 2 വിവാഹങ്ങൾ അംബിക കഴിച്ചിട്ടുണ്ട്. ഈ 2 വിവാഹങ്ങളിൽ നിന്നും താരം വിവാഹമോചിതയാവുകയും ചെയ്തിരുന്നു. സിനിമാ രംഗത്ത് സജീവമായിരുന്ന സമയത്തായിരുന്നു താരത്തിന്റെ ആദ്യ വിവാഹം നടന്നത്. 1988-ൽ വിദേശത്ത് താമസിക്കുന്ന NRI ആയ ഇന്ത്യൻ പൗരനായ പ്രേംകുമാറിനെയാണ് അംബിക ആദ്യം വിവാഹം ചെയ്തത്. എന്നാൽ ഈ വിവാഹബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു. എന്നാൽ ആദ്യ വിവാഹം പരാജയപ്പെട്ടതിന് പിന്നാലെ അംബിക വീണ്ടും വിവാഹിതയായി. എങ്കിലും അവിടെയും അംബികയുടെ ദാമ്പത്യ ജീവിതം പരാജയം തന്നെയായിരുന്നു. 2ാം വിവാഹവും വേർപിരിഞ്ഞതോടെ താരം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അംബിക അമ്മ വേഷങ്ങളിലൂടെ വീണ്ടും അഭിനയത്തിൽ സജീവമാകുകയായിരുന്നു. ഇപ്പോൾ 2 മക്കളുമൊത്ത് ചെന്നൈയിലാണ് താരത്തിന്റെ താമസം. സാധാരണ ഹിറ്റ് നായികമാർക്ക് ആരാധകർ കൂടുതലാണ്. എന്നാൽ അംബികയ്ക്ക് സ്ത്രീ ആരാധകരാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. ആരാധകർ എന്ന രീതിക്ക് അംബികയെ കൂടുതൽ ആരാധിച്ചിരുന്നതും സ്ത്രീകൾ തന്നെയായിരുന്നു.